മിത്തോട്ടം വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവാണ്. എൻ്റെ ഇന്നത്തെ രൂപം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതേപോലത്തെ പല പല രൂപത്തിലും പല പല ഭാവത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വരാം. അപ്പോൾ ഇതുപോലെ ഈ രൂപത്തിനൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസും ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടി, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ? എന്റെ ഈശ്വര, ഷുർമിക്ക് കുറച്ച് നേരത്തെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പേടിപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സാധനം വെച്ച് കാണുമില്ല, ഇതിപ്പോ വരികയും ചെയ്യും, അന്നെ കൊന്ന് കൊല വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊന്നൊരു കള്ളക്കളി? കള്ളക്കളിയാ? ഒരു കള്ളക്കളിയില്ല. ഞാൻ അപ്പഴത്തേക്ക് റെഡിയായി. എന്താ നമുക്ക് ഇപ്പൊ തന്നെ ഷോപ്പിങ്ങിന് പോകാം. ഷോപ്പിങ്ങിന് എന്റെ പട്ടി വരും. കല്യാണം അടുത്തല്ലോ. ഷുർമിയല്ലേ ഷോപ്പിങ്ങിന് രാവിലെ പോയി. എന്നാൽ ഇനി ആ ഷോപ്പിങ്ങിന്റെ പരിപാടി ഞാൻ ചെയ്യൂല. ഇന്റെ തലയിൽ തേങ്ങ വീണാ? അല്ലെങ്കിൽ ഷോപ്പിംഗ് തന്നെ എന്റെ തല പുണ്ണാക്കുന്നത് നീയല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ആ തീരുമാനം എടുത്തത്. ഞാൻ വേണം എന്തായാലും നിങ്ങളെ തല പുണ്ണാവണ്ട, അത് പണ്ടേ പുണ്ണ തന്നെയാണ്. എന്റെ കാര്യം നോക്കാൻ ഇനി എനിക്കറിയാം. നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. കുരിപ്പ്, എനിക്ക് നാണുണ്ടാ? എടി, ഈ കണ്ട ആൾക്കാരുടെ ഡ്രസ്സെല്ലാം വാങ്ങിച്ചിടും ആരെങ്കിലും ഈ കാലത്ത്? കണ്ട ആളെ ഡ്രസ് നിങ്ങള് പിന്നെ ഇതേതായി ഡ്രസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഷോപ്പിങ്ങിന് വരെ ഇങ്ങനത്തെ ഡ്രസ് ഞാൻ വാങ്ങിയിട്ടില്ല. ഇതെങ്ങനെയുണ്ട്? സാധനം പൊള്ളി. നല്ല കളർ ഇന്റെ മുഖത്തിന് ചേർന്നുണ്ട്. ഈ പാന്റിലെല്ലാം ഡിസൈൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് സൈസ് ഇതല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോട്ടൺ, നല്ല സുഖമുണ്ട്. അടിപൊളി സാധനം അല്ലേ? അപ്പൊ ഇപ്പൊ മനസ്സിലായ എനിക്ക് ഷോപ്പ് ചെയ്യാൻ അറിയാന്ന്. നിങ്ങളെ വായി ആട്ടി ആട്ടി ഞാൻ വരൂല. ഷോപ്പിങ്ങിന് പോവാ, ഇനി ഞാൻ വരൂല. എനിക്കൊരു പട്ടിന് വില പോലും നിങ്ങൾ എനിക്ക് തരില്ലേ. ഇനി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നോക്കോ, പോയി നോക്ക്. എന്നാ ഇവക്കെന്ത് പറ്റി? ഷോപ്പിങ്ങിന് പോണ്ടെന്ന് പറയുന്ന ആദ്യത്തെ ഭാര്യ ഇവളായിരിക്കും ലോകത്തില്. എന്നാലും ഇത് എവിടെ പോയി? എന്നാ നേരെ നിങ്ങളെ വിളിക്കുന്നേ? എന്റെ റോസ് ചുരിദാറാണ് നിങ്ങള്. എന്റെ ഒരു റോസ് ചൂര് ആരുടെ എല്ലാം കൊണ്ടുപോയി വെക്കും. ആടെ പോയി നല്ലോണം പരതി നോക്കും, ആടെ തന്നെ ഉണ്ടാകും. വീടിയൊന്നുമില്ല, ആരും ഇവിടുന്ന് എടുക്കേ. അനക്കറിയാം ആരോ എടുത്തെന്ന്. ഒന്നിനോളി ഒന്നാല് 5 സാധനം ഒക്കെ എങ്ങനെ കേറാനാ എന്റെ ഭഗവാനെ? ആരും ഇവിടുന്ന് എടുത്ത? മിത്തോട്ടാ, ഒന്ന് നോക്കടി പോയിട്ട്. ഈശ്വരാ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ 6 മണിക്ക് കാറൊക്കെ കൊണ്ടു. ഞാൻ 6 മണിക്ക് എത്തിച്ചിരിക്കും. നീ പറഞ്ഞ പോലെ തന്നെ പിങ്ക് ഡ്രസ്സ് അടിപൊളി മോഡലാണ്. ഡ്രസ്സാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയ ഡ്രസ്സാണ്. നീ കണ്ടാണ്ടല്ലോ, എന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റൂല. ഞാൻ പലരോടും സംസാരിക്കും. നിങ്ങൾക്ക് എന്താ? ഏത് പിങ്ക് ഡ്രസ്സിന്റെ കാര്യം? ഏത് പിങ്ക് ഡ്രസ്? നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടാവും, ഒളിഞ്ഞ് കേട്ടിട്ടാവും സംസാരിക്കാൻ. ഞാൻ ഡ്രസ് ഞാൻ വേറെന്താ പറഞ്ഞ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടേ? ഭ്രാന്തായി തോന്നി. എന്നാ ആടി ഒരു ഒച്ചപ്പാട്? ഞാൻ വന്നെ. അത് അടുത്ത് എന്റെ ഓളില്ലേ, ഓക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് പോകാനൊരു ഡ്രസ്സ് വെച്ച്, പിങ്ക് ഡ്രസ്സ്. അപ്പൊ ഞാൻ എന്തായാലും എടുത്താൽ എനിക്കോ തനിക്കിടുന്ന പൈസ. അപ്പം മിത്തോണ്ട് എടുക്കുന്നത് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ്. എന്റെ പിങ്ക് ഡ്രസ്സ് എനിക്ക് അതിന് ഇഷ്ടമായ ഡ്രസ്സ്, ഒരു പിങ്ക് ഡ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തതാ, എടുത്താന്ന് കൊടുത്തോട്ടെ. പിന്നെ ഞാൻ എന്റെ മണിയില്ല, എനിക്ക് പൈസ ഇല്ല. പൈസ എങ്ങനെ കൊടുക്കണ്ട? ഗിഫ്റ്റ് നല്ല മോതിരറ്റ വാങ്ങി കൊടുക്ക്, പ്ലാസ്റ്റിക്കിന്റെ. പുതിയെടുത്തിട്ട് വേണ്ട കുപ്പായം. ഈ വീട്ടില് മൊത്തം കള്ളന്മാരാണല്ലോ എന്റെ ഭഗവാനേ. എവിടെ എന്റെ ഡ്രസ്സിൽ പൂത്തി വെക്കുവാ ഞാൻ? ആണുങ്ങൾ വരെ കുപ്പായം വെക്കുന്നു. അയ്യോടാ, എന്തൊരു നല്ല കവറിലല്ലേ എടുത്തിട്ട് കൊണ്ടുപോകുന്നേ. എടാ, എടി ഞാൻ
ആണല്ലേ ആണ് ആ അവിടെ എടുത്തോട്ട് കൊടുക്കുന്നു. എടി ഇതല്ലേ ഇനി മിത്തോടെ എനിക്ക് പോക്കറ്റ് മണി തരണില്ലേ ആ പൈസക്ക് എനിക്ക് മേടിക്കായിട്ടല്ലോ ഭയങ്കര ഇഷ്ടായി അട്രാക്റ്റീവ് ആയ ഡ്രസ് അല്ലേ? അതുകൊണ്ടല്ലേ ഇനി എടുത്ത അട്രാക്റ്റീവ് ആയ ഡ്രസ് ഇത് നോക്ക് ഞാൻ ഇപ്പൊ ഇട്ട ഡ്രസ് നോക്കി നല്ല വൈറ്റ് കളർ അല്ലേ നോക്ക് ബോട്ടത്തിലെല്ലാം ഫുള്ള് വർക്കായിട്ട് കൈന്റെ എൻഡിലൊക്കെ ഉണ്ട് ഫുൾ കൈയായിട്ട് നല്ല രസമുണ്ട് ഈ ക്ലോത്ത് തൊട്ടൊക്കെ നല്ല രസമില്ലേ അയ്യടാ എടാ സ്വന്തം പൈസക്ക് അധ്വാനിച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ഇത് എഴുതാ ഞാൻ മേടിച്ചതെന്നറിയാം മീഷോന്ന് എടാ നമുക്ക് ഈ ഡ്രസ്സില്ലേ ഹോൾസെയിൽ റേറ്റിലാണെന്ന് മേടിക്കാൻ പറ്റും വെറും നിനക്ക് പോക്കറ്റ് മണി കിട്ടാറില്ലേ നിന്റെ മിത്തുവാട്ടിന്റെ അടുത്ത് ആ പൈസക്ക് നിനക്ക് മേടിക്കാം വേണേ 1 or 2 ഡ്രസ്സ് മേടിക്കാം ആ പക്ഷേങ്കിലും നല്ല ക്വാളിറ്റി നോക്കി ഇതിന്റെ വർക്കൊക്കെ നീ നല്ല കനകാമ്പര കളർ ഇല്ലടാ എനിക്ക് ഭയങ്കര ഇഷ്ടായി നോക്കി ഇതിന്റെ എന്തൊക്കെ ഗോൾഡൻ വർക്ക് വന്നിട്ട് സൂപ്പർ അല്ലേ സൂപ്പർ തുണി അടിപൊളിയാണ് തുണി സൂപ്പർ നീ അധികം കാണണ്ട ഇതെല്ലാം ഞാൻ മേടിച്ചത് മീഷോന്നാ ഞാനിപ്പോ എന്റെ മിത്തുവായിട്ടൊന്ന് ബുദ്ധിമുട്ടി കുറേ ഇല്ല ഷോപ്പിങ്ങിന് ഞാൻ തന്നെ സ്വന്തമായിട്ട് മേടിക്കാറില്ല എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഒന്നും കൂടി തരണ്ട പോയിട്ട് മീഷോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നീടാ എനിക്ക് ഇഷ്ടമുള്ള നല്ല കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്തോ കുറഞ്ഞ പൈസക്ക് ഓക്കെ ബൈ അന്റെ ഡ്രസ്സിന് വേണോ ഡ്രസ്സോ ചക്കരേ എടാ ഞാൻ ആ 2 ഫോട്ടോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അത് നോക്കിട്ട് പറയാട്ടോ വേഗം ചക്കര അന്റെ ചക്കര മുത്ത് ഇവിടെ ഇരിക്കുമ്പോ നിന്റെ ചക്കര ആരടി മുത്തിനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ എന്തേലും ഗമ ഇതേട്ടാ എന്റെ ഈ കുപ്പായ എങ്ങനെയുണ്ട് കുപ്പായല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ കൊറേ കാശ് പൊടിക്കുന്നുണ്ടല്ലോ എന്റെ മിത്തുവായിട്ടാ എന്തായാലും നിങ്ങളെ പോക്കറ്റ് കാലിയാവൂല കാരണം ഇതൊക്കെ ഞാൻ മേടിക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാ ഹോൾസെയിൽ റേറ്റില്ല യെസ് ബേബി അല്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം മണ്ഡല സ്വാമി മണ്ഡല സ്വാമി മണ്ഡല സ്വാമി മണ്ഡല സ്വാമി മണ്ഡല സ്വാമി എങ്ങനെയുണ്ട് എന്ത് ചന്താടി ഇത് കാണേ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ചന്താണെന്ന് സൂപ്പർ സാധനം കേട്ടാ ആണല്ലേ വിത്തായിട്ട് നോക്കിന്റെ എംബ്രോയിഡറി എല്ലാം എടി കുരിപ്പ് ഇന്നോട് ആരടി ഇത്ര ഡ്രസ് എല്ലാം വാങ്ങാൻ പറഞ്ഞ നീ നല്ല പൈസ പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാം എത്ര ഡ്രസ്സാ നീ ഇത് ഫാഷൻ ഷോ നാറ്റം പോയ പോലെ ആ നേരത്തെ മാറ്റി വരുന്നത് പിന്നെ വേറെ ഇട്ടിട്ട് വരുന്നത് പിന്നെ ഇപ്പൊ വേറെ ഇട്ടിട്ട് വരുന്നത് എന്റെ ഈശ്വര എന്റെ ഗൂഗിൾ പേയിലെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയാ എന്റെ മിത്തോട് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങളെ പൈസ എനിക്ക് കൂടെ ആവശ്യപ്പെട്ടല്ലേ നിങ്ങളെ ഫോൺ എടുത്ത് നോക്ക് ഞാൻ എത്ര പൈസ ചെലവാക്കിയെന്ന് മിത്തേട്ടാ തുച്ഛമായ പൈസക്കാ ഞാൻ ഇതൊക്കെ മേടിച്ചത് നീ കൊറേ സമയല്ലോ തുച്ഛമായ എനിക്ക് ആണെങ്കിൽ ഫ്രീ തന്നതാണ് ഇത് നേരത്തെ നീ ചക്കര എന്നെല്ലാം പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് എന്റെ മിത്തോട്ടാ അതെന്റെ ഫ്രണ്ടാ ഞാൻ മേടിച്ച ഡ്രസ്സെല്ലാം ഇല്ലേ ഓക്കെ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തതാ ഓ അങ്ങനെ എന്റെ ചക്കരയില്ലാണ്ട് ഞാൻ വേറെ ആരെയും ഇഷ്ടം ഇതെങ്ങനെയുണ്ട് അടിപൊളി അവിടെ സൂപ്പർ ഡ്രസ്സാട്ടോ നല്ല കളർ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ നോക്കി ഇവിടെ ഫുള്ള് വർക്കാണ് ഇതാ നല്ല രസമുണ്ട് അല്ലേ അല്ല ഇതാണ് നീ മേടിച്ചേ അടുത്ത ഡ്രസ് കൂടിയിട്ട് വന്നിട്ട് ഞാൻ ഇടുന്ന മേടിച്ചെന്ന് പറയാം ഇന്നുണ്ടാ ഇന്നുണ്ട് ഓ പൊളി ഞാൻ അടുത്ത ഡ്രസ് ഇട്ടിരുന്നു ഒരു ഫോട്ടോ എടുക്കേ ഇതോ കഴിച്ചു കൊടുക്കണം യെസ് ബേബി ഒരു മിനിറ്റ് ക്യാമറ എടുത്തോ വേഗം വേഗം ഞാൻ അടുത്ത ഡ്രസ് ഇട്ടിരുന്നു എടി പോലെ അയ്യോ വേണ്ട പണിക്ക് പോണാ ഈ ഡ്രസ് നോക്ക് ഭയങ്കര പ്യൂർ കോട്ടൺ ആണ് ഇത് ഇതിന്റെ ഷോള് കണ്ട
നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാലും ഇത് പറയും കേടുന്ന ഈ സാധനം കിട്ടുന്നത്. മിത്തേട്ടാ ഇതല്ലേ ഞാന് മീശോ ഒന്ന് മേടിക്കുന്ന. എന്റെ മീശോ ദേവി, നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ട്. അല്ല പിന്നെ അല്ലെങ്കിൽ ഇന്റെ ഷോപ്പിങ്ങിന് ഒരു 5 മണിക്കൂറല്ലേ ഒരു കുപ്പായ എടുക്കാൻ. 5 മണിക്കൂറാ? 1 2 3 4 എന്നിട്ട് നീ എത്ര വാങ്ങിച്ച അത്ര അടിപൊളി സാധനങ്ങള്. ഇനി ഇന്റെ പേരുമ്പോ ഷോപ്പിങ്ങിന് വരണ്ട്. വേണ്ട, ഇനി നിങ്ങൾ എന്നോട് ഷോപ്പിങ്ങിന് വരികയേ വേണ്ട. പക്ഷേങ്കിലേ എന്ത് പറഞ്ഞാൽ നീ ഇട്ട എല്ലാ ഡ്രസ്സും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. സിമ്പിൾ ആണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നീ എന്നെ പറയുന്നത് ഇതിന്റെ പൈസയും കുറവാന്ന്. പൈസ കുറവാ, ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അത് മാത്രല്ല, അഥവാ ഇനിയിപ്പോ ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനും പറ്റും. ഈസി റിട്ടേൺ അതുകൊണ്ടാ. അതുകൊണ്ട് അത് മാത്രല്ല മിത്തേട്ടാ, നമ്മളെ പോലത്തെ വീട്ടമ്മമാർക്കില്ലേ വീട്ടിലിരുന്നുകൊണ്ട് മീഷോയിലൂടെ പൈസ ഉണ്ടാക്കാം. അതെങ്ങനെ? അതൊരു റീസെല്ലിംഗ് ആപ്പാ. അതെങ്ങനെയാന്ന് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. പക്ഷേങ്കിൽ ഈ ഡ്രസ് നല്ല പ്രിന്റ് അല്ലേ മിത്തേട്ടാ? ചുവപ്പ് കളർ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാന്റ് ഒക്കെ ഉണ്ട്, കംപ്ലീറ്റ് സെറ്റ് ആണിത്. ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. മാത്രല്ല ഒരു മരണ കോമഡി ഉണ്ട്. വലിയ കാട്ടില് നിബേഷാട്ടിനെയും കൂട്ടി പാവ നിബേഷാട്ടിനെയും കൂട്ടിട്ട് വലിയ ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുണ്ട്. സാരിയല്ലോ 5000-നും 10,000-ന്റെ ഒരു സാരി അല്ലിട്ട് ഒരു കോണമില്ലാത്ത എടുത്തിട്ട് ഇപ്പൊ വരും. അന്റെ സാരി ഉണ്ടല്ലേ ഓള് ഞെട്ടും. ഇന്നില്ല ഈ ഓളെ മാനസികമായിട്ട് അങ്ങ് തകർത്താളാ. തകർക്കാൻ നമുക്ക് പോയിട്ട് 5-6 മണിക്കൂറായി. എന്ന് എടുത്തിട്ട് നിബേഷാട്ടിന്റെ ഒരു കഷ്ടം നോക്കിയ ഇത്രയും ബുദ്ധിയുള്ള ഒരു ഭാര്യ നിബേഷാട്ടിന് ഇല്ലല്ലോ. വേഗം ഒരു സാരിയിൽ എടുത്തു കല്യാണത്തിന് ഞാൻ ഇടാൻ ഉദ്ദേശിച്ച സാരിയില്ലേ, നല്ല പച്ചയും മഞ്ഞയും കളർ കോമ്പിനേഷൻ. കിട്ടൂല. പോയിട്ട് ഇട്ടിട്ടോ ചെറുമീനെ വിളിച്ചു പറഞ്ഞ ശ്രീനിച്ചിനെ ഞാൻ വിളിച്ചു വലിയ സാരി 10,000 സാരി എടുത്തിട്ട് വരും. സമയത്രയോളി സൂർമി അല്ല ചിരിച്ച് കളിച്ച് ഷോപ്പിങ്ങിന് പോയ ആളെന്താ കരഞ്ഞു കുളിച്ചിട്ട് വരുന്നേ? അതൊന്ന് പറയുമ്പോ ഒരു വലിയ കഥയാടാ. എനിക്കൊരു മണ്ടത്തരം പറ്റിയടാ. എന്നാ മണ്ടത്തരം? എനിക്ക് 5000 രൂപ സാരി മേടിക്കേണ്ടിട്ട്. മറ്റന്നാൾ കല്യാണല്ലേ? 5000 രൂപക്ക് 2 സാരിയാ ഞാൻ മേടിക്കാൻ. 2 സാരി കിട്ടിയില്ലേ? സന്തോഷിക്കടാ. പൊളിയാ. ആ 2 സാരി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയും പങ്ങളും എടുത്താളാടാ. എനിക്ക് സാരിയും ഇല്ലാണ്ടായി. പക്ഷെ ആ സാരി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലേനു. പക്ഷെ നിങ്ങളാട്ടം പറഞ്ഞോടോ 5000 രൂപ അതിന്റെ ഒരു 3-4 സാരി എടുത്തിട്ട് വന്നു. 5000 രൂപക്ക് 2 സാരി മേടിച്ച് അത് പോവുകയും ചെയ്ത്. കക്ഷത്തിലുള്ള പോവുകയും ചെയ്ത്, ഉത്തരത്തിലുള്ളത് എടുക്കാൻ പറ്റിയില്ല. അല്ല നീ ഇതറിയില്ല, ഞാൻ വിചാരിച്ചോട് നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ പോയിട്ട് 5 മണിക്കൂറായില്ലേ ഷോപ്പിങ്ങിന്. ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ചു ഇനി പോന്നാണ്ടപ്പോൾ എന്നെ വിധി ഇവിടുന്ന് തുള്ളു ഷോപ്പിങ്ങിന് പോകെ. പക്ഷെ ഞാൻ ഭാഗി അവളില്ലേ 5000 രൂപയ്ക്ക് എഴുന്നോ ഡ്രസ്സ് മേടിച്ച്, അതും 10 എണ്ണോ. 10 പിന്നെ വേറെ എന്തോ ചൂരിദാർ പോലത്തെ സാധനം, പിന്നെ 5 സാരിയും. 5000 രൂപ അല്ല 5 സാരി 5 വേറെ ഡ്രസ്സ്, ടോട്ടല് 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. അടിപൊളി സാധനങ്ങള്. ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ അവളെ വിളിക്കും, അവളെ എനിക്ക് കാണിച്ചു തരും. നീ കാണിച്ചു തന്നത് അകത്തുള്ളതുണ്ട്. ഇവിടെ ഇരിക്ക്. 10 എഴുന്നൊന്നും ശരിക്കും അറിയില്ല. അവള് ചോദിച്ചു നോക്ക്. മീശോ നാറ്റാന്ന് പറഞ്ഞ എന്റെ മീശോ ഭഗവതി. ഹായ് സുർമേച്ചി. അയ്യോ വികാട്ട് എന്നോട് എല്ലാം പറഞ്ഞു. അയ്യോ അല്ല, മംഗലത്തിന് പോകുമ്പോ ആരെങ്കിലും ഈ സാരി എടുക്കോ? ഇത് വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് വെറുതെ ട്രയൽ നോക്കിയതാ. പുതിയ സാരി ഞാൻ 5 എണ്ണം വാങ്ങിയത്, അതിലൊന്നായത്. അയ്യോ എന്നാൽ നിങ്ങളെ കാര്യം കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സുർമേച്ചി. ഇങ്ങനെ നമ്മളെ പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാ, സാരിയും കിട്ടിയില്ല, 5000 രൂപ നഷ്ടത്തിലുമായി അല്ലേ? നിങ്ങൾ അന്നെ നോക്കിയാ 5000 രൂപക്കില്ല. ഞാൻ 10 കുപ്പായം മേടിച്ച 10 കുപ്പായം, അതില് ഒന്നാണിത്. 5 സാരി ഉണ്ട്, 5 നല്ല തിളങ്ങുന്ന സാരി. പിന്നെ ആണ് കിട്ട. പിന്നെ എന്ത് നല്ലൊക്കെ ഇല്ലേ. ഇത് തുണി തൊട്ടൊക്കെയാ ടൈഗർ പ്രിന്റ്. ടൈഗർ പ്രിന്റ് പാർട്ടിക്കെല്ലാം പോ പെട്ടെന്ന്
പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ സാരി. പെട്ടെന്ന് കൊടുക്കാനോ? എല്ലാരും എന്നെ തന്നെ നോക്കൂലേ? നിങ്ങളും ഒരു എന്നെ നോക്കിയില്ലേ? നോക്ക്, ഒന്നുകൂടെ നോക്കിയാ ഒരു ഭംഗിയാ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. പിന്നില്ലേ, ഞാൻ അടുത്ത സാരി എടുത്ത് കാണിച്ചു തരാം. എനിക്കൊരാൾ അഭിപ്രായം പറയാം ഇല്ലെങ്കില്ല, ഭയങ്കര സങ്കടമില്ല. ആ കിട്ടാനാണ് ഒന്നും അറിയില്ല. പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റൂ അല്ലേ? അത് ശരിയാ. എന്നാ ഞാൻ അടുത്ത സാരി എടുത്ത് തരട്ടെ. ഓടി പോവല്ലേ പ്ലീസ്. നമ്മുടെ കല്യാണമില്ലേ, ആ കല്യാണത്തിന് ഞാൻ അതാ ഇടുക. അയ്യോ, എന്നാ മാറ്റിട്ട് വാ. ഓളൊരു ബോട്ട് നോക്ക്. സുമേച്ചി, ഞാൻ ഒരു കാര്യം മറന്നു. ഒരു ഫോട്ടോ എടുത്തു തന്നെ. വേഗം സ്റ്റാറ്റസ് ഇടാനോ? ഈ കുപ്പി മാറ്റണോ? അതെടുത്ത് ചാടി വേഗം. നന്നായിട്ടില്ലേ? നല്ല ഭംഗിയുടെ ഫോട്ടോയിൽ കാണേ. ആണോ? ശോ, എനിക്ക് വയ്യ. അയ്യോ, അങ്ങനെ ഇരിക്ക്. അടുത്ത് കുറച്ച് സാരിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് പൊളിക്കണം. മേശയുടെ കൊണ്ടേച്ച് ഇതെങ്ങനെയുണ്ട് സുരമേച്ചി? ഇതെത്ര പൈസ? പൈസ ആയിട്ടെങ്കിലും ഞെട്ടും. അത്ര പൈസ ഇല്ല, ഇതിന് വെറും 469 ഉറുപ്പിയുള്ളൂ. 469 ഉറുപ്പിയ? എന്താ പറയുന്നത്? എന്റെ സുർമേച്ചി, നിങ്ങളൊന്ന് വിശ്വസിക്കൂല. അതല്ല ഞാൻ പറഞ്ഞ. വേഗം പോയിട്ട് മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അതിന്റെ കുറേ ഇങ്ങനത്തെ സാരി ഉണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത റേറ്റിൽ എന്താ രസമല്ല കാണാൻ. നിങ്ങൾ നോക്കിയാ നല്ല എടുത്താൽ ഒതുങ്ങുന്ന സാരി. നിങ്ങൾ നോക്കിയാ ഇങ്ങനെ ഏതെങ്കിലും ഷോപ്പ് പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും എടുത്ത് മാറ്റട്ടെ. ഇത് ഉള്ളതുകൊണ്ട് മര്യാദ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. നോക്കട്ടെ ഞാൻ. എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഞാൻ ഇന്നലെ പുള്ളിയുടെ വന്നിട്ടില്ലേ? ഒരിക്കൽ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാ. എന്റെ സുർമേച്ചി, ഇതിൽ ഇന്നാ വന്നേ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നും നോക്കണ്ട. എല്ലാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാ. അതുകൊണ്ടല്ലേ. നല്ല പ്ലേറ്റിലുണ്ടല്ലോ, ഒതുങ്ങി നിൽക്കാൻ ചെയ്യുന്നുണ്ട്. നല്ല 5.5 മീറ്ററിന്റെ സാരി. എന്റെ കൂടെ ബ്ലൗസ് പീസും ഉണ്ട്. പിന്നെ ഡിസൈൻ നോക്കി നിങ്ങൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇട്ട് ഏതൊന്ന് ഫംഗ്ഷന് പോയ ആൾക്കാർ പറയും 5000 എന്തും പറയും. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചേ. ഓ എന്റെ സുർമേച്ചി, ഇനി ഇതല്ല അടുത്ത സാരിയായിട്ട് നിങ്ങൾ ഇനി എന്നാ പറയാ? രണ്ട് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ സാരി എന്നും ഉണ്ട്. എന്നിട്ട് വരും ഒന്ന് നോക്കാൻ. അത് അടിപൊളിയാണ്. അതുപോലെ എനിക്ക് ഓർഡർ ചെയ്യാലോ. ഓ, എന്നാ ഞാൻ വേഗം എത്തിച്ചു തരുന്നു കേട്ടാ. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഞാനും പറയാം എല്ലാരോടും. ഈ സാരി നോക്കിയാ നിങ്ങള്, അതിന്റെ കളറ് നോക്കിയാ നിങ്ങള്. പിന്നെ അയ്യോ, എന്തൊരു മാച്ചിങ്. നല്ല കോൺട്രാസ്റ്റിംഗ് കളർ അല്ലേ സുർമേച്ചി? ഇതൊക്കെ ഇട്ട് ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാലേ തിളങ്ങും. ഇതിന്റെ മുന്താണി നോക്ക്. ഇത് വർക്ക് കണ്ടോ? ഫുൾ വർക്കാണ്, ഗോൾഡൻ വർക്ക്. ഇതിന്റെ സാരി ത്രൂ ഔട്ട് ഈ പ്രിന്റ് ആണ്. കണ്ടോ? എനിക്ക് നല്ല പ്ലീറ്റ് ഉണ്ട്. എല്ലാ സാരിക്കും നല്ല പ്ലീറ്റും ഉണ്ട്, നല്ല നീളമുണ്ട്. പിന്നെ ഉടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി നിൽക്കും. ഇതും വിത്ത് ബ്ലൗസാ? ഇതും വിത്ത് ബ്ലൗസ്. എല്ലാം വിത്ത് ബ്ലൗസാ. എനിക്ക് പറ്റിയൊരു അവളിത്തരം നോക്കണോ ഇനി? പിന്നെ ഇതിന്റെ ക്വാളിറ്റി നോക്കിയാ നിങ്ങള്, ഇതിന്റെ മുന്താണി നോക്കിയാ എനിക്ക് ഭയങ്കര രസായി. ഇതിന്റെ ബോർഡർ വേണ്ട, ഫുള്ളി ബോർഡർ ഉണ്ട് അപ്പറും ഇപ്പറും ആയിട്ട്. ഓ, ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റും. പോല്ല. എന്നുണ്ട് 2 സാരി, അടിപൊളി സാരി. അതും കൂടി ഇരിക്കുവായിരുന്നു. എന്റെ 2 സാരി ഉണ്ട്. ഞാൻ എന്നാ പോയിട്ട് അതും കൂടി ഇരിക്കുവായിരുന്നേ. കുറേ സമയമായല്ലോ ഇത്. മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം കുളിരും സിന്ദൂര സൂര്യോദയം. ഇത് മലയാളി പെണ്ണിനെ പോലെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് വയ്യ. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത സാരി. എങ്ങനെയുണ്ട്? ഇതും അടിപൊളി. മുന്താണിയിൽ നോക്ക്. സൂപ്പർ അല്ലേ? ഇത് ഇത് പോകുന്നില്ല എന്റെ മനുഷ്യത്തി. ഇതെല്ലാം ഗ്യാരണ്ടി സാധനം. ഇതെല്ലാം പട്ട് നൂലാണ്, മനസ്സിലായ? ഇതും നല്ല നീളമുണ്ടല്ലോ. ഇത് നല്ല പ്ലീറ്റ്. നിങ്ങൾ നോക്കിയാ
ഇതാ കൊറേ പ്ലേറ്റ് ഉണ്ട് ഇതിന്. ഇത് വിത്ത് ബ്ലൗസ് തന്നെയാ? ഇവിടെ എല്ലാം വിത്ത് ബ്ലൗസാ എന്റെ സുറുമേച്ചി. ഞാൻ മേടിച്ച വിത്ത് ബ്ലൗസും എല്ലാം ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കണം ഞാൻ. പിന്നെയില്ലേ ഇത് 600 രൂപയുള്ളൂ. ഈ വൈകിയാണ് 600 ഉറുപ്പിക്ക് സാരി കിട്ടുന്നു. സത്യം 600 രൂപയുള്ളൂ. നിങ്ങളെന്ത് വിശ്വസിക്കാത്ത? മീഷോയിൽ പോയിട്ട് നിങ്ങൾ നോക്കി, ഇതെല്ലാം 600 രൂപേന്റെ സാരിയാണ്. പക്ഷേങ്കില് അതെന്താന്നറിയാം, അവര് ഹോൾസെയിൽ റേറ്റിലാണ് മൊത്തം സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 600 രൂപ 500 രൂപ 700 രൂപയിലൊക്കെ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഇതെങ്ങനെയുണ്ട്? ഇതും പൊളിച്ച് ഇപ്പൊ ഏത് സാരി ഞാൻ കല്യാണത്തിന് കൊടുക്കാം? ഭയങ്കര കൺഫ്യൂഷൻ ആയില്ല എന്റെ സുർമേച്ചി. ഇനി ഒന്നും കൂടിയില്ല. അത് കണ്ടല്ലേ നിങ്ങൾ ഞെട്ടു. അതും കൂടി വേഗം ഒട്ടിച്ച് വന്നാട്. വേഗം ഇട്ടിട്ട് വരും. വേഗം ഒട്ടിച്ച് വാ. എന്റെ കൃഷ്ണ, അനക്ക് പറ്റിയൊരു അബദ്ധം. ഇതോ, നീ വേഗം വിളിക്കുന്നത് ഒന്ന് വേഗം വരുവാ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ഈ സാരി നോക്ക് എന്റെ സുർമേച്ചി. എന്റെ വന്നതിൽ ഫേവറേറ്റ് എന്ന് വേണേൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു സുർമേച്ചി. നമ്മളെ നന്ദിനിന്റെ ഫംഗ്ഷൻ ഇല്ലേ, അതിന് പോകുമ്പോൾ ഞാൻ ഇതാ ഇടുക. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, 1000. അത്രേ ഉള്ളൂ സുർമേച്ചി. എന്ത് ഭംഗിയല്ലേ ഇതാ. ഇതിന്റെ നല്ല വൈഡ് ബോർഡറാ ത്രൂ ഔട്ട്. ഈ സാരി മൊത്തം ഇതാ ഈ വൈഡ് ബോർഡർ ഉണ്ട്. പിന്നെ ഇത് ഗ്രീനിൽ ഫുള്ള് വർക്കായിട്ട് എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഒതുങ്ങി നിൽക്കുന്ന ക്ലോത്തും. ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന സാരി കിട്ടുമെന്ന് പറഞ്ഞാലേ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോ നമ്മളെല്ലാം ഓൺലൈൻ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രോട്ട് മാറ്റി വെക്കണമെന്ന് അറിയാം. ഒന്നിക്കും നീളം ഉണ്ടാവില്ല, അല്ലെ ബ്ലൗസിന് നീളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൊക്ക പോലെ നിൽക്കും. ഇത് അങ്ങനെ ഒന്നുമില്ല. ഇനി കൊടുത്ത സാരി എല്ലാം ഇങ്ങനെ ഒതുക്കമുള്ള സാരിയാണല്ലോ. ഇത് നോക്കിയാ മുന്താണി പൊള്ളിയല്ലേ സുർമേച്ചി. ഇതിന്റെ ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്ത വേണ്ട. അതും നല്ല ഭംഗിയുണ്ട്. പണ്ട് പഫെല്ലാം വെച്ചിട്ട് നല്ലുണ്ട് കാണാൻ. നല്ല ഉണ്ടല്ലേ. ഇതാണ് ഇതിന്റെ ബ്ലൗസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ സുർമേച്ചി. മാച്ചിങ് ഉണ്ട് കേട്ടോ. അയ്യോ മാലയും എല്ലാം കിട്ടീന്. മീഷോയിലാണ് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയില്ല, ഒരു കൊല്ലത്തേക്ക് എനിക്ക് സാരി വേണ്ട. വേഗം നിങ്ങൾ പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയി മീഷോ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി എല്ലാം കാർട്ടിൽ ആഡ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അത് ചെറിയ പ്രൈസിന്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം കേൾക്കണം. നിങ്ങൾ ഒന്നാമത് വീട്ടമ്മയല്ലേ, നമുക്ക് മീഷോ ഇല്ലേ, മീഷോയിലോട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നറിയാം, നമ്മൾ പ്രോഡക്റ്റ് നമുക്ക് റീസെല് ചെയ്യാം. ഇതിനൊക്കെ ഓൾറെഡി പൈസ കുറവല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അറിയാത്ത മീഷോ ഒന്നും ഇല്ലാത്ത ആൾക്കാരിലേക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഒരു മാർജിൻ സെറ്റ് ചെയ്യാം. ഒരു 50 രൂപയോ 30 രൂപയോ കൂട്ടിയിട്ട് അവർക്ക് വിൽക്കാം. 50 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് റീസെല് ചെയ്യാം മീഷോയിലോട്ടാ. അതിൽ പൈസ ഉണ്ടാക്കാം. ഇപ്പൊ വീട്ടമ്മമാര് നല്ല ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അല്ലാണ്ട് ഞാനും അങ്ങനെ ചെയ്യാൻ തോന്നുന്ന. പിന്നെ എന്താ ചെയ്യാൻ? നമ്മള് വെറുതെ ഇരുന്നില്ല, മീഷോയ്ക്ക് വെറുതെ ഓരോ സാരിയിൽ നോക്കിട്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്ത പോലെ ആ പൈസ കൊണ്ട് നമുക്ക് പർച്ചേസും ചെയ്യാം. എനിക്ക് നല്ല ബുദ്ധി. അത് മാത്രല്ല, മീഷോയില് December 9th മുതൽ മഹാ ഇന്ത്യൻ പ്രൈസ് ഡ്രോപ്പ് ഡിസ്കൗണ്ട് വരാൻ പോവാണ്. അപ് ടു 80% വരെ നമുക്ക് ഒരു പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കിട്ടും. ഇതൊക്കെ 80% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത്രയും വിലക്കുറവിൽ നമുക്ക് കിട്ടും. വേഗം തന്നെ പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് മീഷോ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാൻ നോക്കും. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത എന്തൊക്കെ സംശയം ഉണ്ടോ എന്റെ അടുത്ത് വരാം. ഓക്കെ അപ്പൊ ഇത് സുർമേച്ചിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും കൂടിയാണ്. മഹാ ഇന്ത്യൻ പ്രൈസ് ഡ്രോപ്പ് മീഷോയില് December 9th മുതൽ വരാൻ പോവാണ്. എല്ലാ ഡ്രസ്സും നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സും ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. വെറുതെ പറഞ്ഞല്ല, 5000 റുപ്പീസിലാണ് ഈ 10 ഡ്രസ്സും ഞാൻ മേടിച്ചത്. അപ്പൊ വേഗം തന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ അടിപൊളി ഡ്രസ്സ് മേടിക്കാം. മീഷോ ഡൗൺലോഡ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം.